ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം തിരിച്ചു വന്നു ഗായ്സ്. അതെ, കുറേ നാളിന് ശേഷം, ഒരാഴ്ചയോളമായി. നമുക്ക് കണ്ടന്റ് ക്ഷാമമാണ് ഗായ്സ്. അതെ ഗായ്സ്, കണ്ടന്റ് കിട്ടുന്നില്ല ഗായ്സ്. നാളെ നമ്മുടെ ഫ്രഷേഴ്സ് വരും, പക്ഷേ നമ്മൾ ക്ലാസ്സില്ല. ഫ്രഷേഴ്സ് നമുക്കൊരു വ്ലോഗ് എടുക്കാൻ പറ്റുമോ നോക്കാം. കളിക്കാം, അപ്പൊ അതൊരു വ്ലോഗ് ആകും. ഫ്രഷേഴ്സിനോ? ഒരു കുഞ്ഞു ഡാൻസ് 5 മിനിറ്റോ അല്ലേ? നമ്മൾ ചാനലിന്റെ പേര് മാറ്റി ഗായ്സ്. നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്ത പേര് പഠിപ്പുര വ്ലോഗ്. ഇതുണ്ടായിരുന്നു. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പത്തനംതിട്ടയാണ് പോകുന്നത്. സാറ് പറഞ്ഞു നാളെ നമുക്ക് അവധി ആയിക്കൊണ്ട് അവിടെയൊക്കെ പോകാൻ. ദീപക് രാജി പറയുന്നത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതെ, ദീപക് രാജി ആയിക്കൊണ്ടാണ് നമ്മളിവിടെ പേര് രേഖപ്പെടുത്തിയത്. നമുക്ക് പ്രൊജക്റ്റിന് മുമ്പ് വ്ലോഗ് എടുക്കാം. അതെ, സമയം എത്ര ഗൈസ്? സമയം എത്രയായി? 4:05 ഗൈസ്. നമ്മളെ 3:30 വിട്ടതാണ്. നമുക്ക് ഇന്ന് തോംസണിൽ നിന്ന് ബുക്ക് വാങ്ങിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു. പക്ഷേ നമുക്ക് ഡാഷ് കാരണം നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ ഇരിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്നിട്ട് നമ്മൾ 4:30 വണ്ടിക്ക് പോകണ്ടേ? 4:30 വണ്ടിക്ക് പോകാതെ താഴെ വരെ നടന്നേ വീട്ടിൽ വിളിച്ച് പറഞ്ഞ 5:15 വണ്ടിക്ക് വരും. ഇവിടെ ഇരിക്കുന്നു. ഇനിയിപ്പോ തന്നെ തിരിച്ചു പോകണം. ഇവിടെ കയറി വരുന്ന സമയത്തിന് നമുക്ക് അവിടെ പോയി ബുക്ക് മേടിക്കുകയും വേണം ചെയ്യാൻ. പക്ഷെ അവിടെ ബുക്ക് ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അത് ശരിയാ, ബുക്ക് കാണും. പക്ഷെ രാവിലെ ദേവിക വെച്ചപ്പോ ഇല്ലായിരുന്നു. നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയിട്ട് തോമസിന്റെ നമ്പർ വിളിക്കാം, എന്നിട്ട് ചോദിക്കാം. എനിക്ക് മാത്രമേ ഓളുള്ളൂ ഗൈസ്. ഇനിയിപ്പോ പ്രൊജക്റ്റ് ഓരോന്നൊക്കെ വരുന്നു. നാളെ നമ്മൾ ചിലപ്പോൾ പോവായിരിക്കും. അത് നമ്മൾ തീരുമാനിച്ചു, മീനുകളായ നമ്മൾ. അതെ, ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പ്രേരിപ്പിക്കും. അപ്പം അവരും പ്രേരണയിൽ എടുക്കും. അതെ, വ്ലോഗൊക്കെ എടുക്കാം. പിന്നെ എന്താ നാളെ തൊട്ട് പിള്ളേർ വരും. നാളെ നമുക്ക് പിള്ളേർ വരുന്നുണ്ട്, അവധിയാണ്. അതെ, നമ്മൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് ഇയേഴ്സിന് ക്ലാസ്. അതെ, ആൾക്ക് വിഷമായി കാണോ? ഇവർക്ക് ആൾക്ക് വിഷമായെങ്കിൽ ആരെയാ പറ്റിച്ചത്? നമ്മൾ പേര് പറയരുത്, ഒന്നും പറയരുത്. പക്ഷെ നമ്മൾ ഒരാളെ പറ്റിച്ചു. ആദ്യത്തെ ലെറ്റർ പറഞ്ഞാൽ മതി. പറ്റിച്ചത് അതെ, പറ്റിച്ച ആളാരാ? എപ്പോ? കുറച്ച് മുമ്പേ നമ്മൾ പറ്റിച്ച്. ആരാ പറയണോ? പേര് പറയണ്ട. അല്ല, പറയണ്ട. ആരാന്ന് മനസ്സിലായോ? എന്തുവാ? ഓക്കേ. അല്ല, സി ഇങ്ങനല്ലേ? ഓ, സി ഇങ്ങനെയാണ്. ഒരാളെ പറ്റിച്ചു. ഞാൻ വേറെ ചിന്തയിലോട്ടൊക്കെ പോയി. എന്റെ ഇടയിൽ കൂടെ മറ്റേ റീൽ എടുക്കായിരുന്നു. കോളേജിൽ അടിച്ചു പൂട്ടുകയാണ്, നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. മറ്റേ റീൽ എടുക്കാമായിരുന്നു. ഇങ്ങനെ നടന്നു പോകുമ്പോ ബംഗാളി റീല്. ഞാൻ എത്ര നാളായിട്ട് പറയാതെ എടുക്കണോന്ന്. ഒരു ബംഗാളി മറ്റേ ഇവിടെ നടുവ് ചുമ്മാ ശരിക്കും എന്നെ എന്താ വിളിക്കാൻ? നമുക്ക് കാണാൻ പറ്റിയില്ല ബംഗാളി ബാഗ്. നമുക്ക് പോയാലോ? നമുക്ക് ഇനിയെങ്കിലും പോകാം. നമുക്ക് ബുക്ക് വാങ്ങിക്കാം. നമുക്ക് നിങ്ങൾ എടുക്ക, തോമസിനെ വിളിക്കുക, നമുക്കത് വീഡിയോയിൽ എടുക്കാം. യെസ്, നിങ്ങളുടെ സ്കിൽസ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. കമ്മ്യൂണിക്കേറ്റ് നല്ല രസം. ഫോട്ടോ എടുക്കാം. അതെ, ഫോട്ടോ എടുക്കാം. തമ്പനിയിൽ എടുക്കാം. ഞാൻ അടുത്ത് വാ. അയ്യോ, അപ്പൊ എനിക്ക് വെട്ടമില്ല. എനിക്ക് വെട്ടം വേണം. ഞാൻ എടുത്തോലോ. ഓക്കെ, വന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിളിക്ക്. എടുക്കട്ടെ, നമ്പർ എടുക്കട്ടെ. ക്യാമറ കൈമാറണോ?
ക്യാമറ നമ്മൾ ഇവരെന്ത് ആരെയും വിളിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളിപ്പം തോംസൺ ആ കട അച്ഛൻ വിളിക്കുന്നു ഗായ്സ് നോക്കട്ടെ. ഇതാണ് കട. എടുക്ക് വിളി. ഓ വിളി മൊണ്ണങ്ങളെ. നീ സംസാരിക്കണേ. ഞാൻ സംസാരിക്കത്തില്ല. എന്തുവാ സംസാരിക്കണ്ടേ? ഇവിടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ആൻറ്റി വരുന്നതിന് പേടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവർ. ഓക്കെ, അവർക്ക് മനസ്സിലായി അവരുടെ വീഡിയോ ഞാൻ എടുത്തേന്ന്. ഇനി പോയ 4:30 കൊണ്ട് കിട്ടുമോ? കിട്ടത്തില്ല. ഉറപ്പാ? 4:17 എന്ത് മണങ്ങളാണ് ഇങ്ങനെ വെച്ച് എടി ഇവിടുന്ന് ഓടിപ്പോയാല് താഴെ എത്തത്തില്ലേ? 17 പക്ഷെ താഴേന്ന് ബസ് ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ടുള്ളത് കിട്ടത്തുള്ളൂ. അതിനെ എൻകറേജ് ചെയ്യണം. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ എൻകറേജ് ചെയ്യണം. മക്കളെന്നൊക്കെ എന്തുവായിരുന്നു വിഷയത്തിന്റെ പേരെന്തായിരുന്നു? തോംസൺ ബുക്ക് സ്റ്റോഴ്സ്. ഇപ്പൊ പറഞ്ഞ മക്കളെന്ന്. വിഷയത്തിന്റെ പേരെന്തായിരുന്നു? ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടൻസി. ഇത് നമ്മൾ ലോങ് വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. ഇവരെല്ലാരും പോവാന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നടി. വീട്ടിൽ ബസ്സിലെന്ന് പറയാം. ചോദിക്കുവോ? ഇങ്ങനല്ലേ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടൻസി. ലവ് ഒക്കെ ഓഫിന് ഗൈസ്, നിങ്ങൾ ഔട്ട്രോ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.